ഹായ് സ്റ്റുഡൻസ്, എക്സാം ആവാറായില്ലേ? അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? നിങ്ങൾക്ക് മലയാളത്തിൽ 18 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ 18 ചാപ്റ്റേഴ്സിൻ്റെയും ആശയം ചുരുങ്ങിയ വേർഡ്സിൽ പറഞ്ഞു തരാണ്. ഈ ഒരു വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മലയാളം ടെക്സ്റ്റിലെ എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് ആശയം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും ലോങ് ആൻസറും ഷോർട്ട് ആൻസറും ഒക്കെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുന്നതിലൂടെ എല്ലാ ചോദ്യത്തിനും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ ഫുൾ വീഡിയോസ് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. വിട്ടയക്കുക എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? ബാലാമണി അമ്മയാണ്. മാതൃത്വത്തിൻ്റെ കവി എന്നാണ് ബാലാമണി അമ്മയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിട്ടയക്കുക എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? കൂട്ടിലെ കിളിയുടെ ദുഃഖമാണ് കവിതയിലുടനീളം പറയുന്നത്. അടിമത്തത്തിൽ ഉള്ളുനീറി കഴിയുന്ന ഒരു വ്യക്തിയുടെ ആത്മരോദനമാണ് ഈ കവിതയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രഭാതത്തിൽ മറ്റ് കിളികൾ ആകാശത്ത് പറക്കുന്നത് കൂട്ടിലെ കിളി കാണുകയാണ്. കൂട്ടിൽ കിട്ടുന്ന പാലും പഴവും ഉടമയുടെ ലാളനകളൊന്നും കിളിക്ക് സന്തോഷം നൽകുന്നില്ല. തന്നെ വിട്ടയക്കാനാണ് കിളി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് വിട്ടയക്കുക എന്ന കവിതയുടെ ആശയം. ഇതിൽ അടിമകളുടെ ദുഃഖങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. സ്വാതന്ത്ര്യമില്ലായ്മ എത്തരത്തിലാണ് അടിമകളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് എന്ന് കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയുടെ രൂപത്തിൽ കവയിത്രി വായനക്കാരിലേക്ക് എത്തിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഉതുപ്പാൻ്റെ കിണർ എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് കാരൂർ നീലകണ്ഠപിള്ളയാണ്. അപ്പോൾ ഈ കഥയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ആരൊക്കെയാണ്? ഉതുപ്പാനും അദ്ദേഹം കുഴിച്ച കിണറുമാണ്. ഒറ്റത്തടിയായി ജീവിച്ചിരുന്ന ഉതുപ്പാന് എന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ട് കുറച്ച് ഭൂമി വാങ്ങുകയും അതിൽ ഒരു കിണർ കുഴിക്കുന്നതുമാണ് ഈ കഥയിലെ ആശയം. കിണറിനോട് അവിടുത്തെ സമൂഹം രേഖപ്പെടുത്തുന്ന പ്രതികരണം നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയും. ബോധമില്ലാത്ത ജനങ്ങൾക്കിടയിൽ ബോധമുള്ള ഒരുവൻ നേരിടേണ്ടി വരുന്ന സംഘർഷം ഒക്കെയാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. ഉതുപ്പ എന്ന് പറഞ്ഞ കഥാപാത്രം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കിണർ കുഴിക്കുന്നത്. ജനങ്ങളും പശുക്കളും എല്ലാവരും ആവശ്യാർത്ഥം വെള്ളം എടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഉതുപ്പാൻ ആ കിണർ കുഴിക്കുന്നത്. കിണറൊന്നുമില്ലാത്ത ആളുകളും കുട്ടികളും എല്ലാവരും കിണറിനെ സമീപിക്കുന്നുണ്ട്. പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. പട്ടണം വളർന്നു വരികയാണ്, ജനങ്ങൾ തിങ്ങി നിറയുകയാണ്. അങ്ങനെ പൗരക്ഷേമത്തെ രക്ഷിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് നഗരസഭകൾ വളരെ ജാഗരൂകരായിരുന്നു. ആ സമയത്താണ് ജലക്കുഴലുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി വന്നത്. അപ്പോൾ എല്ലാവർക്കും ജലക്കുഴലുകൾ വരുന്നെന്ന് കേട്ടപ്പോൾ ഉതുപ്പാൻ്റെ കിണർ എല്ലാവരും മറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ നാട്ടിലുള്ള കിണറുകളെല്ലാം മൂടാൻ വേണ്ടിയിട്ട് ഉത്തരവ് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വാർത്ത ഉതുപ്പാന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാവരും ഉതുപ്പാനെയും ഉതുപ്പാൻ്റെ കിണറേയും മറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഉതുപ്പാൻ ഈ ഒരു ഉത്തരവ് വളരെയധികം മനസ്സിന് വേദന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഉതുപ്പാൻ ആ കിണറിൽ തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഉതുപ്പാൻ്റെ കിണർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ആശയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഇതൊരു ചെറുകഥയാണ്. അപ്പോൾ ഇതിൽ വെള്ളായപ്പ എന്ന കഥാപാത്രം കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട തൻ്റെ മകനായ കണ്ടുണിയെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന യാത്രയെക്കുറിച്ചുള്ളതാണ് ഈ ചെറുകഥ. പാലക്കാടുള്ള ഒരു ഗ്രാമത്തിൻ്റെ കഥയാണിത്. സാധാരണക്കാരനായ ഒരു കർഷകനാണ് വെള്ളായപ്പൻ. കണ്ടുണിയുടെ വധശിക്ഷയുടെ വാർത്ത കേട്ടപ്പോൾ വെള്ളായപ്പൻ്റെ നാടായ പഴുതറയിലെ ജനങ്ങളെല്ലാം കണ്ണീർ വാർക്കുകയാണ് ചെയ്തത്. യാത്രയിലുടനീളം മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിനെ വേട്ടയാടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം കണ്ണൂരിലെത്തിയതിനു ശേഷം പലരോടും ചോദിച്ചിട്ടാണ് അദ്ദേഹം ജയിലിലെത്തിയത്. അവിടുന്ന് അച്ഛനും മകനും ഒരു നോക്ക് അവസാനമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്.
കർഷകനായ വെള്ളയ്യപ്പന് മകൻ്റെ വധശിക്ഷയുടെ സമയം ഏകദേശം കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. പിന്നീട് തൊട്ടികൾ കണ്ടെത്തിയ വെളിപ്രദേശത്ത് മകൻ്റെ ശരീരം സംസ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം വെള്ളയ്യപ്പൻ ലക്ഷ്യമില്ലാതെ നടന്നിട്ട് ഒരു കടൽ തീരത്ത് എത്തുകയാണ്. അപ്പോൾ വെള്ളയ്യപ്പൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ചോറ് അവസാനം മകൻ്റെ ബലിച്ചോറായിട്ട് മാറുകയാണ്. ആ പൊതിച്ചോറ് കടൽ തീരത്ത് വിതറുമ്പോൾ അത് കഴിക്കാനായിട്ട് ബലിക്കാക്കകൾ വരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഥയുടെ ആശയമായിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ 3 ചാപ്റ്റേഴ്സിൻ്റെ ആശയം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം അല്ലെങ്കിൽ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിൽ നിന്ന് എടുത്തതാണ് ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗം. കുരുക്ഷേത്ര യുദ്ധത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാലോ. ആ കുരുക്ഷേത്ര ഭൂമിയിലെത്തിയ ഗാന്ധാരി തൻ്റെ പുത്രന്മാരും ബന്ധുമിത്രാദികളെ മരിച്ചു കിടക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ ശ്രീകൃഷ്ണനോട് വിലപിക്കുന്നതാണ് നമ്മുടെ കവിതയുടെ ആശയം. ഈ കവിതയിലുടനീളം ഗാന്ധാരി യുദ്ധത്തിന് കാരണക്കാരൻ കൃഷ്ണനാണെന്ന് പറഞ്ഞ് അത്യധികം വേദനയോട് കൂടിയിട്ടും പ്രതിഷേധവും നിറഞ്ഞ മനസ്സോടെയാണ് ശ്രീകൃഷ്ണനോട് ഗാന്ധാരി പ്രതികരിക്കുന്നത്. പുത്രവിയോഗത്തിൽ ഉള്ളു നീറി കരയുന്ന ഗാന്ധാരിയെ കാണുമ്പോൾ ഏതൊരു കഠിന ഹൃദയമുള്ളവർക്കും മനസ്സ് വേദനിക്കും എന്നാണ് കവി പറയുന്നത്. ഗാന്ധാരിയുടെ ചോദ്യങ്ങൾ ശ്രീകൃഷ്ണനെ വിചാരണ ചെയ്യും മട്ടിലാണ്. ഓരോ ചോദ്യങ്ങളും അത്തരത്തിലാണ് ഗാന്ധാരി ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഗാന്ധാരി ചോദിക്കുന്നത്? ഹേ കൃഷ്ണ, നീ കണ്ടില്ലേ ഈ ഭൂമിയിലുണ്ടായ രാജാക്കന്മാരിൽ പ്രധാനിയായ ഭഗദത്തൻ അർജുനനേത അമ്പേറ്റ് തൻ്റെ കരിവീരൻ്റെ സമീപത്ത് ഭൂമിയിൽ ചോര പുരണ്ട് കിടക്കുന്നത് നീ കാണുന്നില്ലേ? ആ രംഗം ഗാന്ധാരിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ യുദ്ധത്തിന് തന്നെ കാരണക്കാരനായ ശ്രീകൃഷ്ണനോട് കൗരമാതാവായ ഗാന്ധാരി തൻ്റെ സങ്കടം പറയുകയാണ്. പിന്നീട് എന്താണ് ഗാന്ധാരി ചോദിക്കുന്നത്? വല്ലഭി വല്ലഭ ഗോപിക രമണ, നീ എന്തുകൊണ്ട് നിന്റെ സഹോദരി പുത്രനായ അഭിമന്യു കൊല്ലാതെ കാത്തു സൂക്ഷിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് അവനെ മരണത്തിൽ നിന്ന് നീ രക്ഷിക്കാഞ്ഞത്? അല്ലെങ്കിലും ആളുകളെ കൊല്ലിക്കുകയല്ലേ നിനക്ക് ഇഷ്ടമുള്ള വിനോദം? ഇത്തരത്തിലൊക്കെ ശ്രീകൃഷ്ണനെ ഗാന്ധാരി പഴിക്കുകയാണ്. അതുപോലെ തന്നെ അഭിമന്യുവിനെ എന്തായിട്ടാണ് ഇവിടെ ഉപമിക്കുന്നത്? വിശിഷ്ടമായ മരതക കല്ലിനോടാണ് ഇവിടെ ഉപമിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം ഇത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് കർണപർവാണ്. അത് എഴുതിയിരിക്കുന്നത് SR ലാലാണ്. നാടകത്തെ ജീവശ്വാസമായി കാണുന്ന കർണൻ സെബാസ്റ്റ്യൻ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ ജീവിത കഥയാണ് കർണപർവം എന്ന പാഠഭാഗം. അദ്ദേഹത്തിൻ്റെ മക്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭാര്യ മരിക്കുന്നു. എന്നിട്ടും മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വിവാഹം കഴിക്കാതെ ജീവിച്ച ഒരപ്പനെയാണ് ഈ കഥയിൽ നമുക്ക് കാണാനാവുന്നത്. കഥയിലെ കഥാപാത്രമായ സെബാസ്റ്റ്യൻ ഒരു നാടക ട്രൂപ്പ് തുടങ്ങാണ്. കലാക്ഷേത്ര എന്നാണ് ആ നാടക ട്രൂപ്പിൻ്റെ പേര്. അതിൽ ആദ്യത്തെ നാടകം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണനാണ് അവരുടെ ആദ്യത്തെ നാടകം. അങ്ങനെ കർണനായിട്ട് വേഷമിട്ടത് ഈ സെബാസ്റ്റ്യനാണ്. അത്തരത്തിലാണ് സെബാസ്റ്റ്യന് കർണൻ സെബാസ്റ്റ്യൻ എന്നുള്ള പേര് വരുന്നത്. ഇങ്ങനെ സെബാസ്റ്റ്യൻ നല്ല രീതിയിൽ നാടകങ്ങളൊക്കെ ചെയ്തു പോരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുന്നത്. ആ അപകടത്തിൽ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയാണ്. ആ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവശ്വാസമായ നാടക ട്രൂപ്പ് അദ്ദേഹത്തിന് പൂട്ടേണ്ടി വന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ നല്ല രീതിയിൽ അപ്പനെ പരിചരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കളുടെ പരിചരണത്തിലൂടെ ഹോം നേഴ്സിനെയൊക്കെ അച്ഛൻ്റെ പരിചരണത്തിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നല്ല പരിചരണത്തിലൂടെ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറിയിട്ട് തിരിച്ചു വരികയാണ്. പിന്നെ തിരിച്ചു വന്നിട്ടും അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? വീണ്ടും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹം ശ്രമിക്കുകയാണ്. അതിന് മക്കൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്.
മക്കൾക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. അപ്പൻ വീണ്ടും ഈ ഒരു ട്രൂപ്പ് തുടങ്ങുന്നതിന് മക്കൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മക്കളുടെ എതിർപ്പ് മറികടന്നിട്ട് അദ്ദേഹം റിഹേഴ്സൽ തുടങ്ങി. പ്രധാന അഭിനേതാക്കളൊക്കെ സീരിയലിലേക്ക് പോയതോടെ അരങ്ങിലെത്തും മുമ്പേ നാടകം പൊളിയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താണ്, സെബാസ്റ്റ്യൻ മൗനവ്രതവും സത്യാഗ്രഹവും തുടങ്ങി കാര്യങ്ങൾ ആകെ തകിടമറിയാണ് ചെയ്യുന്നത്. അയാൾ സ്വയം മറന്ന് അഭിനയം വീണ്ടും തുടങ്ങി. മൂത്ത മകൻ അർജുനനായി, മരുമകൻ ഘടോത്കചനായി. ഇത്തരത്തിൽ സ്വന്തം വീട്ടിലെ അംഗങ്ങളെ വരെ അദ്ദേഹത്തിന് കഥാപാത്രങ്ങളായിട്ട് തോന്നാൻ തുടങ്ങി. കുടുംബത്തിനകത്ത് മാത്രം ഒതുങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ അഭിനയം. നാടകത്തിലെ മാർച്ചട്ടയും കവചകുണ്ടലങ്ങളും അണിഞ്ഞ് കവലയിൽ ചെന്നു. കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ ദാനം ചെയ്ത് പരിചരിക്കാൻ നിന്ന നേഴ്സിന് സ്വത്ത് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുക്കുന്നത് വരെ കാര്യങ്ങളെത്തി. മക്കളുടെ കുടുംബത്തിനാകെ അപ്പം കാരണം ചീത്തപ്പേരായി. സ്വത്തുവകകളൊക്കെ അപ്പം ഇനിയും ആർക്കെങ്കിലും എഴുതി കൊടുക്കുന്നു ഭയന്നിട്ട് അപ്പനെ അവർ ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മക്കൾ എന്താണ് ചെയ്യുന്നത്, അപ്പനെ മലവെള്ളം ഒഴുകുന്ന നദിക്ക് സമീപം കൊണ്ടുപോയിട്ട് മൂത്ത മകൻ ശബ്ദക്രമീകരണം നടത്തിയിട്ട് പറയുകയാണ് ചെയ്യുന്നത്, പ്രിയപ്പെട്ട കർണ, എൻ്റെ പൊന്നു മോനെ, നിന്നെ ഞാൻ ഈ നദിയിൽ ഒഴുക്കി വിടുകയാണ്. ദുർവാസാവ് മഹർഷിയുടെ വരം ഭാഗ്യഹീനയായ അമ്മ പരീക്ഷിച്ചതാണ് മോനെ. അങ്ങനെ അപ്പൻ കുട്ടികളെ പോലെ കൈകാലിട്ടിട്ട് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയാളെ ഒരു വള്ളത്തിൽ കിടത്തിയിട്ട് മലവെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നു. ഇത്രയാണ് ഈ ഒരു കഥയുടെ ആശയമായിട്ട് പറയുന്നത്. സ്നേഹവും പരിഗണനയും ഒക്കെ നൽകേണ്ട മക്കൾ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠം നോക്കാം. അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്ന പാഠം എഴുതിയിരിക്കുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. നല്ലൊരു അയൽപ്പക്കത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ചുരുങ്ങിയ വാക്കുകളിലൂടെ എഴുത്തുകാരൻ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും പുരോഗതിക്കും അയൽപ്പക്ക ബന്ധങ്ങൾ ഒഴിവാക്കാൻ വയ്യാത്തതാണെന്നും എത്ര കണ്ട് ആവശ്യമാണെന്നും ലേഖകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കാം. കാണാത്തവർ ആ വീഡിയോ കാണുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പുകമറയ്ക്കപ്പുറം എന്നുള്ള ചാപ്റ്ററാണ്. ഡോക്ടർ വി പി ഗംഗാധരൻ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ചികിത്സാ രംഗത്തുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് രോഗികളെ മനക്കരുത്ത് നൽകിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്, പിന്നീട് രോഗികളോട് അദ്ദേഹത്തിനുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഒരു കുടുംബത്തിൻ്റെ കഥയും നമുക്കായിട്ട് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KS അനിയൻ വായനക്കാരിൽ എത്തിക്കുന്നതാണ് പുകമറയ്ക്കപ്പുറം എന്ന പാഠഭാഗം. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് ആരാണ്? മനോജ് എന്നുള്ള 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. മനോജിന് വളരെ സങ്കീർണാവസ്ഥയിലുള്ള രക്താർബുദമാണ് ബാധിച്ചിരിക്കുന്നത്. മനോജ് ഒരു MT വിദ്യാർത്ഥി കൂടിയാണ്. മനോജിൻ്റെ മാതാപിതാക്കൾ ഡോക്ടേഴ്സാണ്. ഡോക്ടറായിട്ട് പോലും മനോജിൻ്റെ അമ്മ മനോജിൻ്റെ ക്യാൻസർ എന്ന രോഗത്തെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. മനോജിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ മനോജിൻ്റെ മാതാപിതാക്കൾ പണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മനോജിന് ആവശ്യമായ സ്നേഹവും പരിലാളനയും ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവർ സ്നേഹത്തിന് പകരം മനോജിന് കൈ നിറയെ പണമായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മനോജ് സ്നേഹിച്ചിരുന്നത് പണത്തെ മാത്രമായിരുന്നു. അങ്ങനെ ഡ്രഗ്സിൻ്റെ അമിതമായ ഉപയോഗം കാരണമാണ് മനോജിന് രക്താർബുദം എന്ന മഹാരോഗം പിടിപെടുന്നത്. അപ്പോൾ മനോജിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണ്? അവൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ മനോജ് പറയുന്നുണ്ട്, എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മയോട്. അങ്ങനെ ഡോക്ടർ VP ഗംഗാധരൻ മനോജിൻ്റെ രോഗം ചികിത്സിച്ച് മാറ്റിക്കൊടുക്കുകയാണ്. അങ്ങനെ ഡോക്ടർ VP ഗംഗാധരൻ മനോജിന് നല്ല ചികിത്സയൊക്കെ നൽകിയിട്ട് മനോജിൻ്റെ രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്തി കൊടുക്കുകയാണ്. രോഗമൊക്കെ ഭേദമായതിന് ശേഷം മനോജ് ഒരിക്കൽ ഡോക്ടർ VP ഗംഗാധരനെ മനോജിൻ്റെ വിവാഹത്തിന് ക്ഷണിക്കുകയാണ്.
അങ്ങനെ ഡോക്ടർ അവിടെ എത്തിയ സമയത്ത് മനോജിൻ്റെ അമ്മ മനോജിൻ്റെ രോഗത്തെ പറ്റിയിട്ട് മറ്റുള്ളവരോട് പറയുന്നത് കേട്ടിട്ട് ഡോക്ടർക്ക് വളരെയധികം വിഷമം തോന്നുകയാണ്. എൻ്റെ മകന് ക്യാൻസർ ഒന്നും ആയിരുന്നില്ല, അത് ഡോക്ടർക്ക് വന്ന രോഗനിർണയത്തിൽ വന്ന പിഴവ് കൊണ്ടാണ്, എൻ്റെ മകന് അത്തരത്തിലൊരു അസുഖമേ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ അമ്മ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കഥയിലെ ആശയം എന്ന് പറയുന്നത്. കാലമില്ലാത്ത കാലം എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളുടെ പ്രത്യേകത. യമദേവൻ ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ് കവിതയുടെ ഇതിവൃത്തം. കാലനില്ലാത്തതുകൊണ്ട് നേരിടേണ്ട ബുദ്ധിമുട്ടുകളാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അടുത്തതായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ലളിതജീവിതമാണ്. നമ്മൾ ലളിതജീവിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധിയെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം എത്തരത്തിലാണ് ലളിതജീവിതം നയിക്കേണ്ടതെന്ന് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഹാരമായിക്കോട്ടെ, വസ്ത്രധാരണമായിക്കോട്ടെ, പാർപ്പിടം, എന്തുകൊണ്ടും ലളിതജീവിതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിജിയെ തന്നെയാണ്. മഹാത്മജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതിൽ നിന്നുള്ള ഒരധ്യായമാണ് ലളിതജീവിതം എന്ന പാഠഭാഗം. ഈ പാഠഭാഗത്തിൽ ഗാന്ധിജി നമ്മളോട് പറയുന്നത് 3 സന്ദർഭങ്ങളാണ്. ഒന്നാമതായിട്ട് അദ്ദേഹം വസ്ത്രങ്ങൾ അലക്കാൻ പഠിച്ചത്, വസ്ത്രങ്ങൾ അയൺ ചെയ്യാൻ പഠിച്ചതും പിന്നെ മുടി മുറിക്കാൻ പഠിച്ചതും. ഇത്തരത്തിൽ 3 സന്ദർഭങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ വിവരിക്കുന്നത്. അദ്ദേഹം ആദ്യമൊക്കെ വസ്ത്രങ്ങൾ അലക്കാൻ അലക്കുകാരെ ഏൽപ്പിക്കലായിരുന്നു പതിവ്. പക്ഷേ അലക്കുകാരുടെ കൂലി അധികമായപ്പോൾ സ്വയം അലക്കാൻ അദ്ദേഹം ശീലിക്കുകയാണ്. പിന്നെ എന്താണ് ഓർക്കാനുള്ളത്? ഗോപാലകൃഷ്ണ ഗോഖലെ ഒരിക്കൽ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയ ഒരു നേരിയത് നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കാർഫാണ് കേട്ടോ. നമ്മൾ കഴുത്തിലൂടെയൊക്കെ ഇടുന്ന ചെറിയൊരു സ്കാർഫാണ്. അപ്പോൾ അതിൻ്റെ അറ്റം ചെറുതായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. കവണി എന്നാണ് അതിന് പറയുക കേട്ടോ. അത് ഗാന്ധിജി തേച്ച് മിനുക്കി കൊടുക്കുന്നതും അതിന് ഗോഖലെ നന്നായിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. മൂന്നാമതായിട്ട് പറയുന്ന സംഭവം എന്താണ്? അലക്കുകാരനെ ഒഴിവാക്കിയതുപോലെ ശുരകനെയും ഒഴിവാക്കിയ സംഭവം ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. പ്രിട്ടോറിയയിൽ വെള്ളക്കാരൻ ശുരകൻ ഗാന്ധിജിയുടെ മുടി വെട്ടാൻ വിസമ്മതിച്ചപ്പോൾ ഗാന്ധിജി സ്വയം മുടി മുറിക്കുകയാണ് ഉണ്ടായത്. ശുരകൻ എന്ന് പറയുന്ന ആരെയാണ് പറയുന്നത് ശുരകൻ എന്ന്? മുടി വെട്ടുന്ന ആളെയാണ് ശുരകൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിരസിൻ്റെ പിൻഭാഗത്ത് മുടിയുടെ കോലം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി അവരോട് ഉണ്ടായ കാര്യം പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ മുടി മുറിക്കാൻ വിസമ്മതം കാണിച്ചതിൽ ശുരകൻ തെറ്റുകാരനല്ലെന്നായിരുന്നു ഗാന്ധിജി പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കറുത്തവരുടെ മുടി വെട്ടാൻ തുടങ്ങിയാൽ വെള്ളക്കാർ അയാളുടെ കടയിൽ വരുന്നത് ഇല്ലാതാവും. അപ്പോൾ അതാണ് ആ ഒരു കാരണമായിട്ട് പറയുന്നത്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഉള്ള ചാപ്റ്ററാണ്. ഇത് ഒരു നോവലാണ്. ഇത് എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇതിലെന്താണ്? ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു നോവലാണ് ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. 21കാരിയായ കുഞ്ഞുപാത്തുമ്മ എന്ന കഥാപാത്രത്തിൻ്റെ പ്രണയത്തോടൊപ്പം പുതിയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് പതിയെ മുന്നേറുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രം കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ വിഖ്യാത നോവലിൻ്റെ പ്രമേയം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം, എല്ലാവരും പോയി കാണുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം. അത് എഴുതിയിരിക്കുന്നത് MT വാസുദേവൻ നായരാണ്. ബാല്യകാല സ്മരണകൾ ഓർക്കുന്ന എഴുത്തുകാരനാണ് MT. അദ്ദേഹം കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന ലേഖനത്തിൽ തൻ്റെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഐശ്വര്യം നിറഞ്ഞ ഓണക്കാലവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ന് എല്ലാം മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രാമവും പ്രകൃതിയും ഒക്കെ മാറിയിരിക്കുന്നു. വർത്തമാനകാല ശൂന്യതയിൽ നിന്നുകണ്ട് ഭൂതകാലത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധികൾ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ് MT ഇതിലൂടെ.
അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മക്കുറിപ്പിൽ അമ്മയെക്കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നത് പോലെ ഇഷ്ടമുള്ള വേറൊരു കാര്യം അമ്മയ്ക്കില്ല എന്നാണ് പറയുന്നത്. അമ്മയെ അടുക്കളയിൽ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് എല്ലാ ദിവസവും വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പ്രതിഫലം ഒന്നും മോഹിക്കാതെയാണ് അമ്മയെ സഹായിക്കാനായിട്ട് എത്തുന്നത്. അമ്മയെ സഹായിക്കാൻ അവർ വരുന്നതിന് അവർക്കിടയിൽ പരസ്പരം മത്സരമായിരുന്നു എന്ന് MT ഓർക്കുന്നുണ്ട്. പിന്നീട് എന്താണ് MTയുടെ ഓർമ്മയിൽ വരുന്നത്? MTയുടെ അമ്മയും ചെറിയമ്മയും ഒന്നും നാടൻ രീതി അനുസരിച്ച് അമ്പലങ്ങളിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഒന്നും MT കണ്ടിട്ടില്ല. പിന്നെ അവരുടെ വകയിൽപ്പെട്ട ഒരു കുട്ടേട്ടൻ സ്ഥിരമായിട്ട് അവരെ വീട്ടിൽ കിടക്കാൻ വരുന്നുണ്ട്. കുട്ടേട്ടൻ അവർക്കായിട്ട് പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഭാര്യയും പെങ്ങളും എല്ലാവരുമായിട്ട് തെറ്റിയിട്ട് തനിയെ കഴിയുന്ന കൈതംപറമ്പത്ത് അച്യുതൻ നായർ എത്തും. അവർ നാട്ടുവർത്തമാനങ്ങളൊക്കെ ശേഖരിച്ചാണ് കുട്ടേട്ടനും അച്യുതൻ നായരും അവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. അവരെ കൊണ്ടൊക്കെ കഥ പറയിപ്പിക്കലാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അമ്മ ആരെയും ഒരിക്കലും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ നെല്ലൊക്കെ തീർന്നിട്ടുണ്ടാവും, എന്നാലും കഷ്ടപ്പാടുകളൊന്നും അമ്മ ആരെയും അറിയിക്കാതെ കൊണ്ടു നടക്കും. അമ്മ കടമൊക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണം എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓണക്കാലം അടുക്കുമ്പോഴൊക്കെ പണം കിട്ടിയാൽ അത് അമ്മ കുട്ടമ്മാവനെയാണ് ഏൽപ്പിക്കാറ്. ആർക്കൊക്കെ പങ്കുവെക്കണം, എന്തൊക്കെ വാങ്ങണം, ആർക്കൊക്കെ തുണി എടുക്കണം എന്നൊക്കെ അമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇതിൽ ഒരുപാട് ഓർമ്മകളിലൂടെയാണ് മാന്തളിപ്പൂക്കളുടെ കാലം എന്ന MTയുടെ ഓർമ്മക്കുറിപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് MP പോളിൻ്റെ ഒരു ലേഖനമാണ്. കലയും കാലവും എന്ന ലേഖനമാണ്. പാട്ടും നൃത്തവും ചിത്രവും സിനിമയും ഒന്നുമില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അല്ലേ? എത്ര വിരസമായിരിക്കും ആ ഒരു ലോകം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹ ജീവിതത്തിന് ഉന്മേഷം പകരാൻ ഇവയൊക്കെ വേണം. അപ്പോൾ ഇത്രമേൽ ശ്രേഷ്ഠങ്ങളായ കലകളുടെ ഉത്ഭവം എങ്ങനെ, കലാസൃഷ്ടിയുടെ വളർച്ചയ്ക്ക് സഹായകമായി തീരുന്ന സാഹചര്യങ്ങളേവ, ഈ വിഷയങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് കലയും കാലവും എന്ന ലേഖനത്തിൽ പ്രൊഫസർ MP പോൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിൽ എന്താണ് പറയുന്നത്? ഒരു കലാകാരൻ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന ചോദ്യത്തോടെയാണ് ലേഖനം അദ്ദേഹം ആരംഭിക്കുന്നത്. പല ഘടകങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് ഒരു കലാകാരൻ ജന്മമെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മനാ ലഭിക്കുന്ന വാസനാഗുണം, പിന്നെ നിരന്തരമായ അഭ്യസനം, നിന്ന് നേടിയെടുക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും, ചുറ്റും കാണുന്ന വ്യത്യസ്തവും കൗതുകകരവുമായ ജീവിതം പകർന്നു കൊടുക്കുന്ന സന്ദേശങ്ങൾ, ഇവയെല്ലാം ഒരു കലാകാരൻ്റെ സൃഷ്ടിക്ക് കാരണമാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം നല്ലൊരു കലാസൃഷ്ടി ഉണ്ടാവണമെന്നില്ല. കലാസൃഷ്ടികൾ ഉണ്ടാവാൻ സമൂഹത്തിൽ അനുകൂലമായ അന്തരീക്ഷം കൂടി ഉണ്ടാവണം. ആയാലും മാത്രമേ കലകൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. അനുകൂലമായ കാലം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഒരു നാട്ടിൽ ക്ഷേമവും ഐശ്വര്യവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അവിടെ ഭീതിയും ആശങ്കയും ഒന്നുമില്ലാതെ ആഹ്ലാദത്തോടെ ജീവിക്കുന്നുവെങ്കിൽ, അവിടെ സത്യം, ധർമ്മം, നീതി എന്നീ നല്ല മൂല്യങ്ങൾ പുലരുന്നുണ്ടെങ്കിൽ ആ ജനത നല്ല കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയാനാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. സമൂഹത്തിന് കഷ്ടകാലവും വന്നു ചേരാം എന്ന് പറയുന്നുണ്ട്. എങ്ങനെ, എന്തിലൊക്കെയാണ് കഷ്ടകാലം വരുന്നത്? ദാരിദ്ര്യം, യുദ്ധം, അടിമത്തം തുടങ്ങിയ ദൗർബല്യങ്ങൾ സമൂഹ ജീവിതം പ്രയാസകരമാക്കുന്നുണ്ട്. ദുഃഖിതരും അസന്തുഷ്ടരുമായ ജനങ്ങളുടെ മനസ്സ് പ്രതീക്ഷ കെട്ട് ഇരുളടഞ്ഞു പോവും. നല്ല കാലവും ചീത്ത കാലവും സമൂഹത്തിൻ്റെ കലാനിർമ്മാണക്ഷമതയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രൊഫസർ MP പോൾ പറയുന്നത്, കലയും കാലവും തമ്മിലുള്ള ബന്ധത്തിന് ചരിത്രത്തിൽ ധാരാളം തെളിവുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എന്താണ് പറയുന്നത്? പ്രാചീന ഗ്രീസാണ്. BC 500 തൊട്ട് ഏതാണ്ട് ഒരു 2000 വർഷം ഗ്രീസ് സ്വർഗസദൃശ്യമായ ക്ഷേമഭൂമിയായി തുടർന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പേർഷ്യൻ സൈന്യവുമായുണ്ടായ വമ്പൻ യുദ്ധത്തിൽ ജയിച്ചതോടെയാണ് ഗ്രീസിൽ അഭിവൃദ്ധിയുടെ യുഗം ആരംഭിക്കുന്നത്. എല്ലാ മേഖലകളിലും ആ കൊച്ചു രാജ്യം നേട്ടങ്ങൾ കൊയ്തു. അങ്ങനെ ഇവർക്ക്
ഇവിടെ സമ്പദ് സമൃദ്ധികൾക്കൊപ്പം കലകളും വിജ്ഞാന ശാഖകളും ഒക്കെ അവിടെ തഴച്ചു വളർന്നു എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പാശ്ചാത്യ നാഗരികതയുടെ ഉത്ഭവ കേന്ദ്രമായിട്ട് ഗ്രീസ് മാറുകയാണ്. പിന്നെ നാടകരംഗത്ത് ഒക്കെ പുതുചക്രവാളങ്ങൾ വിരിയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഇന്നു ഞാൻ നാളെ നീ എന്നുള്ള കവിതയുടെ ആശയം ഒന്ന് പറയാം. നമുക്ക് ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, മരണത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ മരണത്തിൻ്റെ ഭീകരമായ അവസ്ഥയൊക്കെ കാണിക്കുന്ന ഒരു കവിതയാണിത്. നമ്മൾ ആരും ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല അല്ലേ. പാവപ്പെട്ടവനോ പണക്കാരനെന്നോ എന്നൊരു ഓരോ തരത്തിലുള്ള വേർതിരിവും ഇല്ലാതെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സത്യമാണ് മരണം എന്നത്. മണ്ണിലേക്ക് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തിരിച്ച് മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന വാസ്തവം നമ്മൾ ആരും വിസ്മരിക്കാൻ പാടില്ല. ഇതിനെ ഒരിക്കലും തടയാനാവില്ല എന്ന സന്ദേശമാണ് ഈ കവിതയിൽ നിന്ന് ലഭിക്കുന്നത്. കവിതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കവി പാദവക്കത്ത് നിൽക്കുകയാണ്. ഒരു സന്ധ്യാസമയത്ത് കവി പാദവക്കത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നിഴലുകൾക്ക് നീളം വയ്ക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിരത്തിലൊക്കെയുള്ള മരത്തിൻ്റെ കറുത്ത നിഴൽ നീളം വെച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്? ഒരു പ്രേതബാധ ഏറ്റതുപോലെ ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ആകാശവും നക്ഷത്രങ്ങളൊക്കെ, ആകാശം ഒരു ശവപ്പെട്ടിയായിട്ടും നക്ഷത്രങ്ങളെ കൊണ്ട് രത്നം പതിച്ച പട്ടുതുണി കൊണ്ട് ആ പെട്ടി അലങ്കരിച്ചിരിക്കുന്നു. പിന്നാലെ എന്താണ്? വരാൻ പോകുന്ന ദൃശ്യത്തിന് മുൻകൂട്ടി ഒരുക്കം നടത്തുന്നത് പോലെയായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. പെട്ടിയിൽ ഒരു മൃതശരീരം ഉണ്ടെന്നാണ് പറയുന്നത്. അത് ചുമക്കാൻ ചില ആളുകളുണ്ട്. ഇവിടെ മൃതശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അസ്തമിച്ച പകലിൻ്റേതാണ്. പെട്ടിയിലാക്കി അത് വഹിക്കാൻ സന്നദ്ധരായിട്ട് നിൽപ്പാണ് 4 ദിക്കുകളും. ശവമടക്കിയ പെട്ടിപ്പോയി. പണമുള്ളവൻ്റെതാണെങ്കിൽ ശവഘോഷയാത്രയാകുമല്ലോ ഉണ്ടാവുക. ഇവിടെ പെരുമ്പറയില്ല. ആ സ്ഥാനത്ത് കെട്ടിയോനെ പ്രാണനായി കരുതി പോന്ന പത്നിയുടെ ഹൃദയമിടിപ്പ് മാത്രം. പുഷ്പവൃഷ്ടിയുടെ സ്ഥാനത്ത് നിലയ്ക്കാതെ വിഷാദത്തിൽ ഉലയുന്ന പൈതലിൻ്റെ കണ്ണീര് മാത്രം. മുന്നിലൂടെ കടന്നു പോകുന്ന ആ പെട്ടിയിൽ എഴുതിയിരിക്കുന്ന എളിയ വാക്യം കവിയുടെ കണ്ണിൽ പെടുകയാണ്. ഇന്നു ഞാൻ നാളെ നീ. ആ വെറും 6 അക്ഷരം, പക്ഷേ അതിൻ്റെ അർത്ഥം എത്ര വിപുലവും അഗാധവുമാണ് എന്നാണ് കവി ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? പാവപ്പെട്ടവനോ പണക്കാരനോ അടിമയോ അധികാരിയോ അത്തരം ഒരു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അതിനൊക്കെ അതീതമായിട്ട് മരണം എല്ലാ മനുഷ്യരെയും തുല്യമാക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ നാളെ നീ എന്ന വാക്യം അദ്ദേഹത്തെ നടുക്കി. ആ നടുക്കത്തിൽ കവി ആകാശത്തിലേക്ക് ഒന്ന് നോക്കി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങളും പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ആ നടുക്കം ഇപ്പോഴും അവശേഷിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ജി ശങ്കരപ്പിള്ള രചിച്ച പ്രശസ്തമായ ഏകാംഗ നാടകമാണ്. ഏകാംഗ നാടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാക്ക് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രംഗത്തിൽ തീരുന്നതും കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം ഉള്ളതും സങ്കീർണത കുറഞ്ഞ കഥാഘടനയും ആയിരിക്കും ഏകാംഗ നാടകത്തിന്. നാടകത്തിൽ എന്താണ് ജി ശങ്കരപ്പിള്ള പറയുന്നത്? നമുക്കിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഗാന്ധി ആദർശങ്ങളെയാണ് അദ്ദേഹത്തിലുടനീളം ആവിഷ്കരിക്കുന്നത്. വേണു, മാധവൻ, ശാന്തി, തേവൻ എന്നിവരാണ് ഈ നാടകത്തിലെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് നാടകം മുന്നോട്ട് പോകുന്നത്. വേണുവാണ് കുടുംബത്തിലെ മൂത്തയാൾ. അയാൾ അന്ധനാണ്. ഗാന്ധിയൻ ദർശനത്തിൽ ആകൃഷ്ടനായ അയാൾ സാമൂഹ്യ സേവന തൽപരനായിട്ട് ചെറുപ്പം മുതലേ നാട് വിട്ട് പോയതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വർഗീയ കലാപത്തിൽപ്പെട്ട് കാഴ്ചശക്തി നഷ്ടമാവുകയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയ അയാൾക്ക് ഇപ്പോൾ ഒരു ആശ്രിതനെ പോലെ കഴിയേണ്ടി വരികയാണ്. പരിഗണനകൾക്ക് അതീതമായിട്ട് മനുഷ്യനെ ഒന്നായി കാണുന്ന മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അച്ഛൻ്റെ കാലം മുതൽക്കേ വീട്ടിൽ ആശ്രിതനായ തേവനോടുള്ള അയാളുടെ സമീപനത്തിൽ നമുക്കത് ദർശിക്കാവുന്നതാണ്.
അപ്പോൾ തേവൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ കാലം മുതലേ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു അടിയാളനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നേരെ വിപരീതമായ സ്വഭാവമാണ് അനുജനായ മാധവൻ്റെത്. അപ്പോൾ മാധവൻ എന്ന് പറയുന്നത് സങ്കുചിത വർഗീയ ചിന്തകൾക്ക് അടിമയാണ്. അപ്പോൾ ഇദ്ദേഹം തേവനോട് പോലും മനുഷ്യത്വപരമായ സമീപനമല്ല പുലർത്തുന്നത്. സ്വന്തം ജാതിക്കപ്പുറം മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാളുടെ സാമൂഹ്യ പ്രവർത്തനം ജാതി സംഘടനാ പ്രവർത്തനം മാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഥാപാത്രം എന്ന് പറയുന്നത് ശാന്തി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അവൾ മാതൃകയാക്കിയത് മൂത്ത ജ്യേഷ്ഠനായ വേണുവിനെയാണ്. ശാന്തിയും ദേവനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് നാടകം തുടങ്ങുന്നത്. അച്ഛൻ്റെ കാലം മുതൽ വീട്ടിലെ ആശ്രിതനായിരുന്ന തേവനെ കൊണ്ട് തമ്പ്രാട്ടി എന്നതിന് പകരം പേര് വിളിപ്പിക്കാൻ ശാന്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കത് കഴിയുന്നില്ല. എന്താണ് സബർമതി എന്നത്? അപ്പോൾ സബർമതി എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിജിയുടെ ആദർശാത്മകമായ ആശ്രമമാണ്. ജാതി, മതം, വർഗം, വർണ്ണം ഇവയുടെ വേലിക്കെട്ടുകളൊന്നുമില്ലാതെ തന്നെ മനുഷ്യൻ ഒന്നായിട്ട് വാഴുന്ന ഇടമാണത്. അപ്പം നവഗാലിയോ? ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഇടങ്ങളിലൊന്നാണ് നവഗാലി എന്ന് പറയുന്നത്. വർഗീയ സംഘർഷങ്ങളുടെ വിളഭൂമി എന്നാണ് അതിനറിയപ്പെടുന്നത്. ഒന്നായി കഴിഞ്ഞിരുന്ന രണ്ട് സമുദായങ്ങൾ മതത്തിൻ്റെ പേരിൽ സംഘം ചേർന്ന് ഏറ്റുമുട്ടിയ സ്ഥലമാണത്. അവിടെ ശാന്തി ദൂതുമായിട്ട് ഗാന്ധിജി സഞ്ചരിച്ചിട്ടുണ്ട്. താൻ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ആദർശ ലോകം എവിടെ? ആ ദുഃഖമാണ് ഗാന്ധിജിയുടെ വാക്കുകളിൽ സ്ഫുരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ സബർമതിയും നവഗാലിയും നമ്മുടെ രണ്ട് മാനസിക അവസ്ഥകൾ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കുടികൊള്ളുന്നത് നമ്മുടെ ഓരോ വ്യക്തികളുടെ മനസ്സിൽ തന്നെയാണെന്നാണ് ജി ശങ്കരപ്പിള്ള ഇവിടെ പറയുന്നത്. വേണുവിൻ്റെ മനസ്സ് തന്നെയാണ് സബർമതി. അപ്പോൾ മാധവൻ്റെതോ നവഗാലിയും. നമ്മുടെ സമൂഹത്തിൽ ഈ സബർമതിയും നവഗാലിയും തമ്മിലുള്ള സംഘർഷമാണ് എവിടെയും കാണാൻ കഴിയുന്നത്. സബർമതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടമൂകതയാണെങ്കിൽ നവഗാലി എന്ന് പറയുന്നത് നശീകരണ വാസനയും ഉള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നന്മയേക്കാൾ കൂടുതലുള്ളത് നശീകരണ പ്രവണതയാണ്. സ്വാതന്ത്ര്യഭൂമി ചുരുങ്ങുകയും സംഹാരഭൂമി വികസിക്കുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന ബോധം ഈ വേണു എന്ന് പറഞ്ഞ കഥാപാത്രത്തിലുണ്ട്. സഹോദരങ്ങളാണെങ്കിൽ രണ്ട് ധ്രുവങ്ങളാണ് വേണുവും മാധവനും. ഇതിനുകൂടി അവകാശപ്പെട്ട സ്വത്ത് മുഴുവൻ അച്ഛൻ മാധവൻ്റെ പേരിൽ എഴുതി വെച്ചത് അന്ധനായ മൂത്ത സഹോദരനെ സംരക്ഷിക്കുക എന്ന ചിന്തയിലാണ്. എന്നാൽ ഓരോ നേരത്തെ ഊണിനു പോലും കണക്ക് പറയുന്ന ആ വീട്ടിലെ വേണുവിൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. ദേവൻ്റെ തോളിൽ പിടിച്ച് വേണു ആ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. ഗാന്ധിജി വിഭാവനം ചെയ്ത സബർമതിയിലേക്ക് ആണ് അയാളുടെ യാത്ര. അത് ഏറെ ദൂരെയാണെന്ന് അയാൾക്കറിയാം. എങ്കിലും അവിടെ എത്തിച്ചേരും എന്ന പ്രതീക്ഷയിലാണ് ഈ നാടകം അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ നാടകത്തിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് TB വേണുഗോപാല പണിക്കരുടെ കടങ്കഥയുടെ വ്യാകരണം എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറേ കടങ്കഥകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ എല്ലാവരും എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് പോവുക. അത്യാവശ്യം കടങ്കഥകളൊക്കെ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ കടങ്കഥ, പഴഞ്ചൊല്ലി, ശൈലി എന്നിവയൊക്കെ നമ്മുടെ ഭാഷയുടെ ഈടുവയ്പ്പുകളാണ്. നമ്മുടെ ഭാഷയുടെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ കലവറയാണ്. ശൈലികൾ ആശയം വ്യക്തമാക്കാനും ഉറപ്പിക്കാനും ഉതകുന്നു. പഴഞ്ചൊല്ലുകൾ ജീവിതത്തിലെ പ്രതിസന്ധി വേളകളിൽ വെളിച്ചം കാട്ടുന്നു. എന്നാൽ കടങ്കഥകൾ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധി വ്യായാമത്തിന് ഉതകുന്നതാണ്. കടങ്കഥയിൽ ഒരു ചോദ്യവും അതിനൊരു ഉത്തരവുമുണ്ട്. ആദ്യം ചോദ്യം ഉണ്ടാക്കുകയും പിന്നെ ഉത്തരം തേടി നടക്കുകയുമല്ല കടങ്കഥയുടെ സൃഷ്ടാവ് ചെയ്യുന്നത്.
ശ്രോതാവിനെ സംബന്ധിച്ച് ചോദ്യം ബുദ്ധിപരീക്ഷയാകാണ് ചെയ്യുന്നത്. നർമ്മവും യുക്തിയും ഒരേപോലെ ഒത്തിണങ്ങിയ കടങ്കഥകൾ ഉണ്ടാവും. കടങ്കഥ പറയൽ ഒരു മത്സരക്കളിയാണെന്നാണ് പറയുന്നത്. തോറ്റ പക്ഷത്തിന് കടമാകും. കടം പറഞ്ഞ് തോൽപ്പിക്കുന്നത് കൊണ്ട് തോൽക്കഥ എന്നും പേര് പറയുന്നുണ്ടെന്ന്. ഭാഷ കൊണ്ട് കെട്ടിവച്ചിരിക്കുന്ന കുരുക്ക് അഴിക്കേണ്ടി വരുന്നത് കൊണ്ട് പ്രാദേശികമായിട്ട് അഴിപ്പാൻ കഥ എന്നും പേരുണ്ട്. കുരുക്കഴിച്ച് വിടുത്തേണ്ടത് എന്ന അർത്ഥത്തിൽ വിടുകഥ എന്ന് വിളിക്കുന്നുണ്ട്. കടങ്കഥേനെ വിടുകഥ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കടങ്കഥകൾ ഭാഷാ പഠനത്തെ എത്രയധികം സഹായകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് അത്യാവശ്യം കടങ്കഥകളൊക്കെ പഠിച്ചിട്ട് പോവുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അന്തിത്തിരി എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം എന്താണ് വ്യക്തമാക്കുന്നത്? പുതുതലമുറയ്ക്ക് നൽകുന്ന വിശ്വാസവും പ്രത്യാശയാണ് ഇതിലുടനീളം നമുക്ക് കാണാനാവുന്നത്. വളരെ നാടകീയമായിട്ടാണ് കവി ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? സൂര്യൻ അന്നൊരു നാളിൽ സൂര്യൻ പതിവിലും നേരത്തെ അന്തിക്കടലിൻ്റെ വക്കത്തെത്തി. ആ പകല് മുഴുവനും നിലയ്ക്കാതെ ഓടിയ സൂര്യൻ്റെ പച്ചക്കുതിരകൾ അതോടെ തളർന്നു കിടന്നു എന്നാണ് പറയുന്നത്. ഇത്രയും നേരം ഓടിയത് കൊണ്ട് തന്നെ വളരെയധികം ക്ഷീണിതനാണ്. ഇനി ഒരു യാത്ര തുടരാൻ സാധ്യമല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് അഭയം കണ്ടെത്തണമെന്നാണ് സൂര്യൻ കരുതുന്നത്. അപ്പോൾ ആദ്യം കണ്ട വീടിൻ്റെ ഉമ്മറത്ത് ഒരു മുത്തശ്ശി ഇരിക്കുന്നത് കണ്ടു. അവരോട് സൂര്യൻ ചോദിക്കുകയാണ്, ഇന്ന് ഞാൻ എവിടെ തങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശീനോട് ഉത്തരം കർക്കശമായിരുന്നു. എന്താണ് മുത്തശ്ശി പറയുന്നത്? നിനക്ക് ഇവിടെ അഭയം തന്നാൽ ഇരുളിന് എവിടെ അഭയം കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എവിടേക്ക് വരണ്ട എന്നാണ് മുത്തശ്ശി സൂര്യനോട് പറയുന്നത്. അപ്പോൾ സൂര്യന് വളരെയധികം നിരാശയും വിഷാദമൊക്കെ തോന്നുകയാണ്. സൂര്യൻ എവിടേക്കാണ് പോകുന്നത്? ഒരു ഉമ്മറവാതിൽ നേരെ കടന്ന് ചെല്ലുകയാണ് സൂര്യൻ. അപ്പോൾ തെക്കിനിത്തറയിൽ ഒരു സുന്ദരി അന്തിക്കുളിക്ക് ശേഷം ഈറം മാറ്റുകയായിരുന്നു. അപ്പോൾ അവളോടായിട്ട് സൂര്യൻ ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് ഇവിടെ തങ്ങിക്കോട്ടെ എന്ന് പറയാണ്. പക്ഷേ അവളെന്താണ് പറയുന്നത്? ശരിയാവില്ല, അങ്ങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ മൂകവും ശാന്തവുമായ നീലരാത്രി എത്തുകയില്ല. രാത്രി എത്തിയില്ലെങ്കിൽ രാത്രിയായാലേ തൻ്റെ പ്രാണനാഥൻ എത്തുകയുള്ളൂ. അദ്ദേഹം എത്തുന്നില്ലെങ്കിൽ ഞാൻ പൂമ്പുടവ അണിയുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. മുക്താംഗി എന്ന ആ പെൺകുട്ടിയുടെ സംസാരവും സൂര്യനെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിൽ സൂര്യൻ തളർന്നു പോവുകയാണ്. രണ്ടുപേരിൽ നിന്നും ഇച്ഛാഭംഗമാണല്ലോ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇരുട്ടിനെയാണോ എന്നൊക്കെ സൂര്യദേവൻ ചിന്തിച്ചു പോവാണ്. അവസാനമായിട്ട് സൂര്യന് ഒരു ചെറിയ പെൺകുട്ടിയെ കാണുകയാണ്. അന്തിയുടെ ആചാരങ്ങൾ നിറവേറ്റുന്ന ചെറിയൊരു പെൺകുട്ടിയെ. അവൾ കാലും മുഖവും ഒക്കെ കഴുകിയിട്ട് നെറ്റിയിൽ ഭസ്മം തൊടലും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ സൂര്യന് മനസ്സിലായി ഈ കുട്ടി നന്നായിട്ട് പ്രതികരിക്കുമെന്ന വിശ്വാസം സൂര്യനുണ്ടായി. സൂര്യൻ്റെ അപേക്ഷയുടെ രീതി മാറുകയാണ് ചെയ്യുന്നത്. നീ വിരൽ നീട്ടിത്തരാമോ? അതിൻ്റെ അറ്റം പിടിച്ച് നടക്കാൻ എന്നെ അനുവദിക്കാമോ? ആശ്രയമുണ്ടെങ്കിലേ നടക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ വല്ലായ്മ പെൺകിടാവിൻ്റെ മനസ്സ് അലിയിക്കുകയാണ് ചെയ്യുന്നത്. അവൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇതാരാണ് ഇത്രയും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഈ അപരിചിതൻ എന്ന് ചിന്തിക്കുന്നുണ്ട്. കഥയുടെ അവസാനത്ത് ആ പെൺകിടാവ് സൂര്യദേവനെ കൊണ്ടുചെന്ന് തുളസിത്തറയിൽ ഇരുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ പെൺകിടാവാണ് സൂര്യന് അഭയം നൽകിയത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ അന്നത്തെ പുണ്യം എന്ന കവിതയാണ്. ഈ കവിതയിലുടനീളം നമുക്ക് എന്താണ് കാണാനാവുന്നത്? അതായത് കാളിന്തി നദിയുടെ വക്കത്ത് മാട് മേച്ചിരുന്ന കൃഷ്ണൻ്റെ കുട്ടിക്കാലമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കവി പറയുന്നുണ്ട്,
കൃഷ്ണൻ ഇന്ത്യൻ മനസ്സിനെ താലോലിക്കാവുന്ന ഏറ്റവും ഹൃദ്യമായ അരുമയാണെങ്കിൽ ഇളം പ്രായത്തിൽ കൃഷ്ണൻ്റെ വിഹാരസ്ഥാനമായിരുന്ന വൃന്ദാവനത്തിനും അരുമ എന്ന അർത്ഥത്തിലുള്ള വിശേഷണം ചേർക്കാവുന്നതെന്നാണ് പറയുന്നത്. വൃന്ദാവനം വളരെയധികം ഹരിതഭംഗി കലർന്നതാണ്. വൃന്ദാവനത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ പ്രധാനം അവിടെ കൃഷ്ണൻ പണ്ട് കാലിമേച്ച് കളിച്ച് നടന്നിട്ടുണ്ട് എന്നതാണത്രയെന്ന് കവി പറയുന്നുണ്ട്. ആ തൃക്കാലുകൾ പതിഞ്ഞ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നിലക്കാത്ത മാഹാത്മ്യം ഇരിക്കുന്നു വൃന്ദാവനം എന്ന പ്രദേശം എന്നാണ് കവി പറയുന്നത്. കൃഷ്ണനെക്കുറിച്ച് മാനുഷ്യൻ എന്നാണ് കവി പ്രയോഗിക്കുന്നത്. കൃഷ്ണൻ കാലിമേച്ച് കളിക്കുകയോ ആ വിസ്മയത്തിന് ഉത്തരം മനുഷ്യൻ എന്ന വിശേഷണം ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. മാനുഷ്യൻ എന്ന മായ സ്വീകരിച്ച ഈശ്വരനത്രേ കൃഷ്ണൻ എന്ന് കവി പറയുന്നു. ആ വിശ്വാസം ജനിപ്പിക്കാൻ പാകത്തിൽ പ്രവർത്തിക്കുന്ന ഈശ്വരൻ. അപ്പോൾ ആ പ്രവൃത്തിയുടെ ഏറ്റവും വിനീതവും നിഷ്കളങ്കവുമായ രൂപം തന്നെ പശുവിനെ മേയ്ക്കുക എന്ന കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. അപ്പോൾ ഈ ഒരു കവിതയിൽ എന്താണ് പറയുന്നത്? കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൃഷ്ണൻ്റെ കുറേ പ്രവൃത്തികൾ അടങ്ങിയ കുറേ സന്ദർഭങ്ങൾ പറയുന്നുണ്ട് ഈ കവിതയിൽ. ആദ്യം തന്നെ പറയുന്നത് ഭാരതാംബയുടെ പാല് കുടിച്ച് വളർന്ന തൃപ്തി അടഞ്ഞവനാണ് കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ കൽത്തുറങ്കിൽ ജനിച്ചിട്ട് കാട്ടാളനെയ്ത അമ്പാല് മരിച്ചവനാണ് കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. പിന്നീട് പാഞ്ചാലിക്ക് ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ നെയ്ത് കൊടുത്തവനാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്ന സന്ദർഭം എന്ന് പറയുന്നത് പാണ്ഡവരുടെ വനവാസകാലത്ത് പാണ്ഡവർക്കും പരിജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് സൂര്യഭഗവാൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം കൊടുക്കുന്നത്. അക്ഷയപാത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഭക്ഷണം കഴിച്ചാലും അതിൽ വീണ്ടും വീണ്ടും ഭക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ക്ഷിപ്രകോപിയായ ദുർവാസാവ് ദുര്യോധനൻ്റെ പ്രേരണയാൽ അവിടെ എത്തുകയാണ്. ദുർവാസാവിനും ശിഷ്യന്മാർക്കും എങ്ങനെ ഭക്ഷണം കൊടുക്കാമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പാഞ്ചാലി കൃഷ്ണനെ സ്മരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പാഞ്ചാലി പറയാണ്, എത്തരത്തിലാണ് ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് ചോദിക്കുന്ന സമയത്ത് കൃഷ്ണൻ പറയാണ്, ഞാനും വിശന്നിരിക്കുകയാണ്, എനിക്കും ഭക്ഷണം വേണം എന്ന് പറയുന്നുണ്ട്. ഭഗവാനെ, എൻ്റെ ഭക്ഷണം കഴിഞ്ഞു, അക്ഷയപാത്രത്തിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ആ സമയത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, നീ അക്ഷയപാത്രത്തിൽ ഒന്ന് പോയി നോക്ക്, എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. അപ്പോൾ കൃഷ്ണൻ്റെ നിർദ്ദേശം അനുസരിച്ച് പാഞ്ചാലി അക്ഷയപാത്രത്തിൽ നോക്കുമ്പോൾ ഒരു ചീരയുടെ ശകലം കിട്ടുകയാണ്. അത് ഭഗവാന് കൊടുക്കുന്ന സമയത്ത് അത് ഭഗവാൻ കഴിക്കുകയാണ്. ആ ചീരയുടെ ശകലവും കഴിച്ചുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനാവുകയാണ്. ഈ സമയം കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിൽ മുങ്ങി നിവർന്ന ശേഷം ദുർവാസാവിനും ശിഷ്യന്മാർക്കും വയറ് നിറഞ്ഞ ഒരു അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ദുർവാസാവ് പറയാണ്, ഇനി ഒരു വറ്റുപോലും നമുക്ക് കഴിക്കാനാവില്ല, നമുക്ക് ഇവിടെ നിന്നിട്ട് പോവാ എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭവും കവിതയിൽ വിവരിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കവിതയിൽ പറയുന്ന സന്ദർഭം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുരുക്ഷേത്ര യുദ്ധസമയത്ത് ആയുധമെടുക്കാതെ തൻ്റെ സുഹൃത്തായ അർജുനന് വേണ്ടിയിട്ട് തേര് തെളിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു. ആ സമയത്ത് അർജുനൻ്റെ എതിർസേനയായിട്ട് ബന്ധുക്കളെയും ജനങ്ങളെയും കണ്ടപ്പോൾ അർജുനൻ ആകെ തളരുകയാണ്. ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിന്ന അർജുനനെ ഗീതോപദേശം നൽകിയ സന്ദർഭവും ഈ കവിതയിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ശ്രീ ഭഗവതി എന്ന കഥയാണ്. ആ കഥ എഴുതിയിരിക്കുന്നത് ഗീത ഹിരണ്യനാണ്. ഇതിൽ 2 കഥാപാത്രങ്ങളാണുള്ളത്, ഒരു ഭർത്താവും പിന്നെ ഒരു ഭാര്യയും. ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകനാണ്. ഭാര്യ എന്ന് പറയുന്നത് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് കഴിയുന്ന ഒരാളാണ്. ദാമ്പത്യത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര വിശ്വാസവും ധാരണയും ഒക്കെയാണല്ലോ അല്ലേ. എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് ഈ കഥയിൽ കാണാനാകും.
അയാളുടെ ചുമതലകളിൽ നിന്ന് ഉപേക്ഷ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ധാരണകൾക്ക് വിരുദ്ധമായിട്ട് പെരുമാറുമ്പോഴോ വിശ്വാസമില്ലായ്മ വരാം. കാഴ്ചപ്പാടിലൂടെയാണ് ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അയാൾക്ക് ഭാര്യയോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കുറവുകളൊന്നുമില്ല. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭാര്യ വഴക്കിടുമ്പോഴും ഭർത്താവ് ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഭർത്താവിനോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഭാര്യ നടത്തുന്നുള്ളൂ. 7ാം നിലയിലെ ഒരു ഫ്ലാറ്റിലാണ് ഇവർ താമസിക്കുന്നത്. ആ ഫ്ലാറ്റിൽ അവിടെയുള്ള ചവറുകൾ താഴെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കണം എന്നാണ് ഭാര്യ പറയുന്നത്. അപ്പോൾ യാത്ര കഴിഞ്ഞിട്ട് ഒരു തവണ പടി കയറിയപ്പോഴേക്കും അദ്ദേഹം ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഭാര്യയെ ഭംഗിവാക്കുകൾ പറഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് തന്നെ ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ഭംഗിവാക്കാണ് പറഞ്ഞത്? നീയാണെൻ്റെ ശ്രീ ഭഗവതി എന്നാണ് പറയുന്നത്. അപ്പോൾ പഞ്ചാര വാക്കുകൾ പറഞ്ഞിട്ട് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ആ ഭർത്താവിൻ്റെ ഉള്ളിൽ പുരുഷാധിപത്യം തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. അപ്പോൾ ഈ കഥയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ആശയം മനസ്സിലാക്കി പോവുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു.